നമ്മളിന്ന് പരിണാമ വിരോധത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻറ്റി എവല്യൂഷൻ. അതായത് ഒരുപാട് പേര് ജീവശാസ്ത്രത്തിലെ ജീവപരിണാമ സിദ്ധാന്തം എന്ന തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷനെ തുറന്ന് എതിർക്കാറുണ്ട്, അത് നിഷേധിക്കാറുണ്ട്. സയൻസിൽ ഒട്ടൊരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തിയറികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തിയറികൾക്കൊന്നും ഇല്ലാത്ത വിധം ഒരു വെറുപ്പും പ്രതിഷേധവും ജീവപരിണാമ സിദ്ധാന്തത്തിന് എങ്ങനെയാണ് വന്നത്? പിന്നെ അതിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ചാൾസ് ഡാർവിൻ എന്ന വ്യക്തിയോടുള്ള വിരോധമായിട്ട് പോലും അത് വളരെ പോപ്പുലറായിട്ട് കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ പരിണാമത്തിനെതിരെ ആളുകൾ വാദിക്കുന്ന കാണുമ്പോൾ ഡാർവിൻ ഇവരെ പിടിച്ച് കടിച്ചോ എന്ന് പോലും ചോദിക്കാൻ തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ പരിണാമ വിരോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റാണ് കാണാൻ ശ്രമിക്കുന്നത്. പരിണാമത്തെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. അതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ചാൾസ് ഡാർവിനെ കുറിച്ചിട്ടുള്ള കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ജീവപരിണാമ സിദ്ധാന്തത്തെ ആളുകൾ ഇങ്ങനെ എതിർക്കുന്നത്? ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം, ഈ എതിർക്കുന്ന ആളുകൾ ജീവപരിണാമ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അതിനെ എതിർത്ത് സംസാരിക്കുന്ന ആളുകളിൽ നിന്നോ സ്രോതസ്സുകളിൽ നിന്നോ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അവരാരും തന്നെ ജീവപരിണാമ സിദ്ധാന്തം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനൊരു പുസ്തകം എടുത്ത് പഠിച്ച ശേഷം അതിനെതിരെയുള്ള നിലപാടിലേക്ക് വന്നിട്ടുള്ളവരല്ല. മറിച്ച് അവർ ജീവപരിണാമ സിദ്ധാന്തത്തെ എതിർക്കാൻ വേണ്ടി അത് പഠിച്ചവരാണ്. സ്വാഭാവികമായിട്ടും ആ ആറ്റിറ്റ്യൂഡ് അവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാൻ തോന്നുന്നത്? പല കാരണങ്ങൾ കൊണ്ട് ഇതിനെ എതിർക്കുന്നവരുണ്ടാകാം. പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനും പറ്റും. അതിലൊന്ന് ഒരുപക്ഷെ ഏറ്റവും പൊതുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മതഗ്രന്ഥങ്ങളുടെ വിവരണങ്ങൾ, പ്രത്യേകിച്ച് പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ചുമൊക്കെയുള്ള പല മതഗ്രന്ഥങ്ങളുടെയും വിവരണങ്ങളെ ലിറ്ററലായിട്ട് എടുക്കുന്നവർ, അതായത് അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവപരിണാമ സിദ്ധാന്തം അവർക്ക് ഒരു കീറാമുട്ടിയാണ്. അതായത് 450 കോടി വർഷം പഴക്കമുള്ള ഭൂമി എന്ന ഗ്രഹത്തിൽ 400 കോടി വർഷമെങ്കിലും പഴക്കമുള്ള ജീവൻ എന്ന പ്രതിഭാസത്തിൻ്റെ ഒരു നാൾ വഴി ടൈം ലൈൻ പരിശോധിച്ചാൽ അതിൽ പല 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 ശാഖകളായി ഉണ്ടായ ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു ജീവിവർഗം മാത്രമായിട്ടാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. അത് ഓവർനൈറ്റ് ഉണ്ടായതോ ഇന്നലെ ഉണ്ടായതോ ആയ ഒരു കാര്യമല്ല, മറിച്ച് ഇത്രയും നീണ്ട ഒരു ചരിത്രം അതിനുണ്ട്. ഇത് അംഗീകരിക്കുന്ന മതഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം മതഗ്രന്ഥങ്ങൾ അഥവാ ഉണ്ടായ കാലഘട്ടത്തിലെ അറിവിൻ്റെ പരിമിതി പേറുന്നവയാണ്. പക്ഷേ അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ ഈ മോഡേൺ സയൻസ് മുമ്പോട്ട് വെക്കുന്ന ഈ ഉൽപ്പത്തിയുടെ കഥ, ജീവൻ്റെയും ജീവികളുടെയും ഉൽപ്പത്തിയുടെ കഥ അവർക്ക് കീറാമുട്ടിയായിട്ട് മാറുന്നതാണ്. അത് ഒരു കാരണം. ഇനി രണ്ട്, ഹ്യൂമൻ എക്സെപ്ഷണലിസം എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. അതായത് മറ്റ് ജീവികളിൽ നിന്നെല്ലാം സവിശേഷമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന നിലപാട്. ഇത് ഏതാണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപാട് പിന്തുടരുന്ന ഒരു നിലപാടാണ്. പക്ഷേ ജീവപരിണാമ സിദ്ധാന്തം പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടാനുകോടി വർഷങ്ങളുടെ ജീവപരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട് ജൈവ വൈവിധ്യം ഉണ്ടായതാണ്, ബയോഡൈവേഴ്സിറ്റി ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടായ അനേകം ജീവിവർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഒരു സവിശേഷ ജീവി എന്ന് പറഞ്ഞ സ്ഥാനം ജീവപരിണാമ സിദ്ധാന്തത്തിലില്ല. അപ്പോൾ എക്സെപ്ഷണലാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവപരിണാമ സിദ്ധാന്തം ഹ്യൂമൻ ഈഗോ, മനുഷ്യ അഹന്തയെ വെല്ലുവിളിക്കുന്നതായിട്ട് തോന്നും. അത് പലരെയും ഒഫൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മതഗ്രന്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നവരെയും മനുഷ്യൻ സ്പെഷ്യലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെയും പലപ്പോഴും ഇത് രണ്ടും ഒരേ കൂട്ട് തന്നെയായിരിക്കും. ഈ രണ്ട് ചിന്തയെയും ജീവപരിണാമ സിദ്ധാന്തം നേരിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജീവപരിണാമത്തിലൂടെയുള്ള മനുഷ്യൻ്റെയും മറ്റു ജീവിവർഗങ്ങളുടെയും ഉൽപ്പത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നൊരു കാര്യം, അത് പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാതെ തീർത്തും റാൻഡമായിട്ട് നടക്കുന്ന പ്രക്രിയകളുടെ ഒരു അനന്തരഫലമാണ്. നമുക്ക് തോന്നുമ്പോൾ ഇത് പ്രത്യേക ഒരു ലക്ഷ്യത്തോടു കൂടി മനുഷ്യനെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടന്നൊരു പ്രക്രിയയാണ് എന്നൊക്കെ പലരും വ്യാഖ്യാനിക്കാറുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത്രയും കാലത്തെ ചരിത്രം കൊണ്ട് അതത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതവണ ഉണ്ടായ ജനിതക വ്യത്യാസങ്ങൾ, മ്യൂട്ടേഷൻസ് ഒക്കെ പതിയെ 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 സാഹചര്യങ്ങളോട് കിടപിടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട, പ്രകൃതിയിൽ സ്വാഭാവികമായി തിരഞ്ഞെടുക്കപ്പെട്ട ജീവിവർഗങ്ങൾ പിന്നീട് പുതിയ ജീവിവർഗങ്ങളായി മാറി ആണ് ഇന്ന് കാണുന്ന വൈവിധ്യം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിനൊരു ദിശാബോധമില്ല. അത് ആരെങ്കിലും ഒരു പ്രത്യേക ദിശയിൽ ചലിപ്പിച്ച ഒന്നല്ല.
ഇത് പല ആളുകൾക്കും ഒരു ചെറിയ ഉത്കണ്ഠ, വേണമെങ്കിൽ അതിനൊരു എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി എന്ന് പറയാം. അതായത് പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു ജീവലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഉത്കണ്ഠ, അത് പല ആളുകളെയും ഒരുപക്ഷെ അലട്ടുന്നുണ്ടാവാം. പിന്നെ പ്രത്യേകിച്ച് മതവിശ്വാസികളിൽ ഒരു വിഭാഗം ഇതിനെ തുറന്ന് എതിർക്കുമ്പോൾ ഞാനും അതിൽ പെട്ട ആളാണ് എന്നൊരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം, അതായത് ഒരു കൾച്ചറൽ ബാഡ്ജ്, ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്, എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് ആ വിശ്വാസവും എന്ന് കരുതുന്ന ആളുകൾ പലപ്പോഴും ആ ഒരു വിധേയത്വമോ ആ ഐഡൻറ്റിറ്റിയോ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരിണാമത്തെ തുടർന്ന് എതിർക്കുന്നതും കാണാറുണ്ട്. അവർ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുകയോ അതിനെ എതിർക്കാൻ വേണ്ടിയെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പരിണാമ സിദ്ധാന്തം ഞാൻ എതിർക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യമുണ്ട്, അതിനെതിർക്കാവുന്ന ആളുകളുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയ കാരണങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ചരിത്രത്തിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതായത് ചില ആളുകൾ സമൂഹത്തിൽ നല്ല അവസ്ഥയിലേക്ക് വരുന്നത് അവർക്ക് കൂടുതൽ നല്ല ജീവപരമായിട്ടുള്ള, അതായത് ബയോളജിക്കലായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നും അവർ കൂടുതൽ ഫിറ്റ് ആയതുകൊണ്ടാണെന്നും ഫിറ്റ് അല്ലാത്ത ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം കുറവാണ് എന്നുമൊക്കെയുള്ള രീതിയിലുള്ള വ്യാഖ്യാനമാണ് പൊതുവിൽ സോഷ്യൽ ഡാർവിനിസം എന്ന് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഒന്നാം തരം ഒരു റേസിസ്റ്റ് വാദമാണ്. ഇപ്പോൾ ഹിറ്റ്ലറുടെ ജർമ്മനിയിലൊക്കെ ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പേരിൽ ജൂതന്മാരുടെ കൂട്ടക്കൊല ഉൾപ്പെടെ അവർ ഇറങ്ങിയത്. ഇത് ജർമ്മനിയിൽ തുടങ്ങിയ ഒരു ആശയമല്ല എന്നും ആലോചിക്കണം. ഇത് അമേരിക്കയിലൊക്കെ ഒരുപാട് പോപ്പുലർ ആയിരുന്ന ഒരു ആശയമാണ് സോഷ്യൽ ഡാർവിനിസം. അതുപോലെ യൂജനിക്സ് എന്ന് പറയുന്നൊരു വാദമുണ്ട് ഈ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ്. അതായത് കുറച്ചുകൂടി നല്ല ഒരു മനുഷ്യവംശത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മോശം ജീനുകളുള്ള മനുഷ്യരെ ആ കൂട്ടത്തിൽ നിന്നും ജീൻ പൂളിൽ നിന്നും ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ എത്നിക് ക്ലിൻസിങ് ഒക്കെ അതിൻ്റെ ഫലമാണ്. അപ്പോൾ സോഷ്യൽ ഡാർവിനിസവും യൂജനിക്സും ഒക്കെ ഈ ചാൾസ് ഡാർവിൻ തുടക്കം കുറിച്ച ജീവപരിണാമ സിദ്ധാന്തത്തിൻ്റെ വളരെ മോശം പ്രയോഗങ്ങളായിരുന്നു. പക്ഷേ അതിന് കാരണമായത് പരിണാമ സിദ്ധാന്തമല്ല എന്നും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഈ സിദ്ധാന്തത്തെ മിസ്യൂസ് ചെയ്തതാണ് എന്നും നമുക്കിന്നറിയാം. അതിൽ ചാൾസ് ഡാർവിൻ നേരിട്ട് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിൻ്റെ ആശയം ഇത്തരത്തിലുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഒരു കാലത്തും അദ്ദേഹം എൻഡോഴ്സ് ചെയ്തിട്ടും ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത് പല പല കാരണങ്ങൾ ഒരുപക്ഷെ ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കും ജീവപരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ ഒരു പൊതുവായി കാണാവുന്ന ഒരു നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ പലരും പറയുന്നത് എവല്യൂഷൻ ഒരു തിയറി മാത്രമാണ്, അത് ഒരു സത്യമല്ല എന്നാണ്. അവിടെ പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ തിയറി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിനെയാണ്. പൊതുഭാഷയിൽ, അതായത് കോമൺ യൂസേജിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ തിയറി എന്ന് പറയുന്ന വാക്ക് ഒരു ഊഹത്തെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത് വെള്ളം പടർന്ന് കിടക്കുന്നു. അപ്പോൾ നമ്മൾ പറയും എനിക്കൊരു തിയറി ഉണ്ട് എന്ന് ചിലപ്പോൾ ഒരാൾ പറഞ്ഞേക്കാം. ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വെള്ളം ഈ ചുറ്റും ഒഴുകി കിടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം ഊഹിച്ചെടുക്കുന്നതിനാണ് അവിടെ തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സയൻസിൻ്റെ ഭാഷയിലേക്ക് വരുമ്പോൾ തിയറി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഊഹമോ ഒരു അനിശ്ചിതത്വത്തോടു കൂടിയുള്ള ഒരു വെറുതെ ഒരു കണക്കോ അല്ല, മറിച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന 100% ഉറപ്പോടി പറയാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ തിയറി എന്ന് വിളിക്കുന്നത്. അതായത് ഒരുപാട് വസ്തുതകളെ, നമ്മൾ വസ്തുതകളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും തിയറിയും ഒക്കെ സയൻസിലുണ്ടാകാറുണ്ട്. നമുക്ക് ഒരുപാട് വസ്തുതകളുണ്ടാകാം. അങ്ങനെ ഒരുപാട് വസ്തുതകളെ ഒരേ സമയം വിശദീകരിക്കാൻ കഴിയുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആശയങ്ങളെയാണ് പൊതുവിൽ സയൻസിൽ തിയറി എന്ന് വിളിക്കുന്നത്, അല്ലാതെ ഊഹങ്ങളെ അല്ല. അപ്പോൾ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഓവർ ദ നൈറ്റ് എല്ലാത്തിനെയും വിശദീകരിക്കുന്നൊരു സിദ്ധാന്തമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഊഹമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതല്ല. അത് ഒരുപാട് കാലത്തെ ചരിത്രം കൊണ്ട് നമ്മുടെ ജീവമണ്ഡലത്തെ മൊത്തത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമായി അംഗീകാരം നേടിയതാണ്. അപ്പോൾ തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ആർക്കും ഈ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഗ്രാവിറ്റിയുടെ അതൊരു തിയറി എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ജേം തിയറി എന്ന് പറയുന്ന ബയോളജിയിലെ സിദ്ധാന്തം, അതായത് നമുക്ക് അസുഖം വരുത്തുന്നതിൽ സൂക്ഷ്മജീവികൾക്ക് നല്ലൊരു പങ്കുണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് അസുഖം വരുത്താൻ കഴിയും എന്ന അറിവിനെയാണ് നമ്മൾ ജേം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ തിയറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ പരിണാമ സിദ്ധാന്തത്തെ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്, അല്ലാതെ ഊഹം എന്ന അർത്ഥത്തിലല്ല. പരിണാമ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ മുമ്പ് എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ആ വീഡിയോകളുടെ എല്ലാം കീഴിൽ ഇതുപോലെ അതൊരു തിയറി മാത്രമാണ് എന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളെ കാണാൻ പറ്റും. അവരെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്.
ഇനി അത്തരം കമൻറ്റുകളുടെ മറ്റൊരു സവിശേഷത, അവരിൽ ഭൂരിഭാഗം പേരും ഒരുപക്ഷെ ആരും തന്നെ ആ വീഡിയോ കാണാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. വീഡിയോ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ അവരുടെ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ അവരതിനോട് പ്രതിഷേധമായിട്ടോ അതിനെ എതിർക്കുന്നതോ ആയിട്ടുള്ള കമൻറ്റുകൾ അവിടെ രേഖപ്പെടുത്താണ് എപ്പോഴും കാണാറുള്ളത്. ഇനി നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയ ഒരാളാണെങ്കിൽ, അത്തരം ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ ഈ വീഡിയോ ഇതുവരെ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി നിങ്ങൾ അതുവരെ കണ്ടെത്തിയിട്ടുണ്ട്, ഇപ്പോഴും നിങ്ങൾ പരിണാമ സിദ്ധാന്തത്തെ സംശയത്തോടു കൂടി കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഇവിടെ നടത്താം. എന്താണ് പരിണാമ സിദ്ധാന്തം എന്ന് വിശദീകരിക്കുന്നതിനുള്ള വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചെറിയ അവതരണം മാത്രമാണ് ഈ ചെയ്യാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ, 3 ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ഒന്ന്, വേരിയേഷൻസ് ആണ്. അതായത് 2 വ്യക്തികൾ ഒരിക്കലും ഒരുപോലെ ആകില്ല. അതായത് 100% സാമ്യമുള്ള 2 മനുഷ്യരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല, 2 ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഒരേ ഫാമിലിയിലുള്ള 2 ആളുകളായാൽ പോലും അവർക്കിടയിൽ ചെറുതായിട്ടെങ്കിലുമുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിനാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ യാതൊരു രീതിയിലുമുള്ള വേരിയേഷൻസ് ഇല്ലാത്ത 2 ജീവികളെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. 2, നമുക്ക് ഗുണവിശേഷങ്ങൾ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ആ സവിശേഷതകൾ ട്രെയ്റ്റ് എന്നാണ്. ബയോളജിക്കൽ ട്രെയ്റ്റ്സ്, ഗുണവിശേഷങ്ങൾ. അത് മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടും. നമുക്കറിയാവുന്ന പല ഗുണങ്ങൾ, സ്കിൻ കളർ, മുഖത്തിൻ്റെ ഷേപ്പ്, ഇങ്ങനെ പല ഗുണങ്ങളും നമുക്ക് DNA എന്ന് പറയുന്ന തന്മാത്ര മുഖാന്തരം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വേരിയേഷൻ, ഇൻഹെറിറ്റൻസ്. ഇനി മനസ്സിലാക്കേണ്ടത് വിഭവ പരിമിതിയാണ്. അതായത് റിസോഴ്സസ് ആർ ഓൾവേസ് ലിമിറ്റഡ്. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ ജീവികൾക്കും കഴിക്കാനുള്ള വിഭവങ്ങൾ, അത് ഭക്ഷണമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഭവങ്ങളായിക്കൊള്ളട്ടെ, ഇത് എപ്പോഴും ലിമിറ്റഡാണ്. എല്ലാ ജീവികൾക്കും ഇത് ഒരുപോലെ ലഭിക്കില്ല. അപ്പോൾ റിസോഴ്സ് ലിമിറ്റഡാണ്. ഗുണങ്ങൾക്ക്, ട്രെയ്റ്റുകൾക്ക് പരമ്പരാഗതമായിട്ട് കടന്നു പോകാൻ സാധിക്കും, ഇൻഹെറിറ്റൻസ്. അതുപോലെ ജനിതകമായിട്ടുള്ള വ്യത്യാസം, വേരിയേഷൻസ്. ഈ 3 കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ, ആദ്യം ഇത് 3ഉം വേറെ വേറെ ആയിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. കഴിയുന്നുണ്ടെങ്കിൽ ഇത് 3ഉം കൂടി കൂട്ടി വായിച്ചാൽ കിട്ടുന്ന അർത്ഥം എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ജീവികൾക്കിടയിൽ ഒരുപോലെ അവർക്ക് അതിജീവനം സാധ്യമാകില്ല. ചുറ്റുപാടുകളോട് ഏറ്റവും നന്നായി യോജിക്കാൻ കഴിയുന്ന ഗുണങ്ങളുള്ള ജീവികൾക്ക് അതിജീവന സാധ്യത, സർവൈവലിനുള്ള സാധ്യത കൂടും. അത് ചിലപ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള നിറമാകാം, ഓടാനുള്ള സ്പീഡാകാം, രോഗങ്ങളോടുള്ള പ്രതിരോധ ശേഷിയാവാം, അങ്ങനെ എന്തുമാകാം. ആ ചുറ്റുപാടുകളോട് കൂടുതൽ നന്നായി യോജിക്കാൻ കഴിയുന്ന ഗുണങ്ങളുള്ള ജീവികൾ കൂടുതൽ നന്നായി അതിജീവിക്കും. കൂടുതൽ അതിജീവിക്കാൻ ശേഷിയുള്ള ജീവികൾക്ക് കൂടുതൽ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അവയുടെ തലമുറകൾ കൂടുതൽ മുമ്പോട്ട് പോകും. ഇത് മുമ്പോട്ട് പോകുന്നതിൽ ഇൻഹെറിറ്റൻസ് വർക്ക് ചെയ്യും. ആ സാഹചര്യങ്ങളോട് യോജിക്കാൻ ഗുണം നൽകിയ അല്ലെങ്കിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ അവരുടെ കുട്ടികളിലേക്ക് കടന്നു പോകും. അതിനാണല്ലോ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ചുറ്റുപാടുകൾക്ക് കൂടുതൽ യോജിച്ച ഗുണങ്ങൾ വേരിയേഷൻസിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടല്ലോ. അപ്പോൾ വേരിയേഷൻ വഴി ചുറ്റുപാടുകളിൽ കൂടുതൽ അതിജീവന സാധ്യതയുള്ള ഗുണങ്ങൾ ഒരു ജീവിയിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ജീവിവർഗത്തിൽ പതിയെ ഉണ്ടായി വന്നാൽ, ആ ജീവിവർഗത്തിന് കൂടുതൽ നന്നായി അതിജീവിക്കാനുള്ള ശേഷി വരും. അതിജീവന ശേഷി കൂടുമ്പോൾ ആ ഗുണഗണങ്ങൾ കൂടുതൽ നന്നായി അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. പിന്നെയും പിന്നെയും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ വേരിയേഷൻസ് മാറ്റമുണ്ടാകും. അത് തലമുറകളിലൂടെ ലക്ഷക്കണക്കിന് വർഷം കടന്നു പോകുമ്പോൾ ഈ വേരിയേഷൻസ്, ഈ വ്യതിയാനങ്ങൾ പതിയെ 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 കൂടിച്ചേർന്ന് പുതിയ പുതിയ ജീവിവർഗങ്ങളായി മാറിയേക്കും. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തലമുറകളിലൂടെ സംഭവിക്കുന്ന മാറ്റമാണ്. ഇതാണ് ജീവപരിണാമ സിദ്ധാന്തം പറയുന്നത്. അല്ലാതെ ഒരു ദിവസം ഒരു ജീവി ഒരു പ്രത്യേക മാറ്റം ഉണ്ടായി നാളെ മറ്റൊരു ജീവിയായിട്ട് മാറി എന്നല്ല. പല ആളുകളും ഇപ്പോഴും കുരങ്ങൻ ഒരു ദിവസം ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേറ്റത് മനുഷ്യനായിട്ടാണ് എന്നർത്ഥത്തിലാണ് ജീവപരിണാമ സിദ്ധാന്തത്തെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതാണ് ഈ ശരിയല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നും പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ചാൽ ഉള്ള പ്രശ്നം.
ജീവപരിണാമം എന്ന് പറയുന്നത് പണ്ട് എപ്പോഴോ നടന്ന് അതിനുശേഷം ഇന്ന് ഈ കാണുന്ന പോലുള്ള ജീവികൾക്ക് ആയതിനു ശേഷം നിന്നുപോയ ഒരു പ്രതിഭാസമല്ല. അത് തുടർച്ചയായി നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ അതിജീവിച്ചവരാണ്. അപ്പോൾ അന്നത്തെ വാർത്തകൾ നിരന്തരം നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പുതിയ വേരിയൻ്റ് പ്രത്യക്ഷപ്പെട്ടു, കോവിഡിൻ്റെ പുതിയ വകഭേദമുണ്ടായി. എങ്ങനെയാണ് ഈ പുതിയ വകഭേദം ഉണ്ടാകുന്നത്? അതിന് മറ്റൊരു മെക്കാനിസം നിലവിലില്ല. അത് ജീവപരിണാമത്തിൻ്റെ നേരിട്ടുള്ള അനന്തരഫലമാണ്. നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മളിപ്പോഴും ചർച്ച ചെയ്യാറുണ്ടല്ലോ. എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? നിങ്ങളൊരു സൂക്ഷ്മ രോഗാണുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗാണുവിൻ്റെ 99% രോഗാണുക്കളെയും കൊന്നുകളഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോഴും ആ 1% രോഗാണുക്കൾ, ചിലപ്പോൾ അതൊരു 0.1% ആയിരിക്കും ബാക്കിയുള്ളത്. ആ രോഗാണുവിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ അവശേഷിക്കുന്ന രോഗാണുക്കളുടെ പ്രത്യേകത, ഈ പ്രത്യേക ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു അറ്റാക്കിനെ അവയ്ക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. അതിന് മറ്റു ജീവികളിൽ നിന്നും മറ്റു രോഗാണുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തോ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് അതിന് സാധിച്ചത്. അപ്പോൾ ഈ ജീവികൾ പിന്നീട് അതിജീവിക്കുകയും അവയ്ക്ക് അടുത്ത തലമുറ ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ തലമുറയായിരിക്കും മൊത്തം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തലമുറയ്ക്ക് ആൻറ്റിബയോട്ടിക്കിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവയ്ക്ക് കിട്ടിയ വേരിയേഷൻ ഈ ആൻറ്റിബയോട്ടിക്കിനെ തുരത്താൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ സാധ്യത നൽകുന്നതായിരുന്നു. അതുകൊണ്ടാണ് ആ കോഴ്സ്, ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഡോക്ടർമാർ നിർബന്ധിക്കുന്നത്. നിങ്ങൾ കോഴ്സിന് തീരുന്നതിന് മുമ്പ് ആൻറ്റിബയോട്ടിക് നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതിജീവിക്കുന്ന രോഗാണു പെട്ടെന്ന് പെറ്റുവരികയും പിന്നെ ആ രോഗാണുമായിരിക്കും നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്നത്. അവിടെ നിങ്ങളുടെ ഈ ആൻറ്റിബയോട്ടിക് പിന്നെ ഫലിക്കാതെ വരും. അങ്ങനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. സൂപ്പർ ബഗ്ഗുകൾ ഉണ്ടായി എന്നൊക്കെ ചിലപ്പോൾ നമ്മളവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, അത് ജീവപരിണാമം തന്നെയാണ്. അതുപോലെ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഉണ്ട്. രോഗാണുക്കൾക്ക് മാത്രമല്ല ഇത് ബാധകമായിട്ടുള്ളത്. നമ്മൾ മറ്റ് കീടങ്ങളെ തുരത്താൻ വേണ്ടി പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഉറുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഉറുമ്പ് പൊടി ഇടുമ്പോഴോ ആ പ്രത്യേക പെസ്റ്റിസൈഡിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ആ കീടം അതെന്തുമായിക്കൊള്ളട്ടെ, അതിന് ഒരു പ്രത്യേക വേരിയേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അതിന് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലമുറകൾക്ക് മൊത്തം അതുണ്ടാവും. അപ്പോൾ അതിന് പിന്നെയും പെറ്റുപെരുകാനുള്ള അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ പിന്നെ നമുക്ക് ആ കീടനാശിനി ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇതെല്ലാം ജീവപരിണാമം തന്നെയാണ്. അതായത് പണ്ട് എപ്പോഴും നടന്ന് നിന്നുപോയ ഒരു പ്രക്രിയയല്ല, നിരന്തരം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ജീവപരിണാമം. ഇനി പലപ്പോഴും നമ്മൾ ഈ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ സയൻസ് ഒരു ഒറ്റ പാക്കേജാണ്. അത് വേറെ വേറെ വിഷയങ്ങളായിട്ടല്ല നിൽക്കുന്നത്. ഇവ തമ്മിൽ എപ്പോഴും ഒരു പരസ്പര ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ ജീവപരിണാമ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത, അതിനെക്കുറിച്ച് പലരും പറയാറ് നത്തിങ് ഇൻ ബയോളജി മേക്ക് സെൻസ് എക്സെപ്റ്റ് അണ്ടർ ദ ലൈറ്റ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്നാണ്. അതായത് ജീവപരിണാമ സിദ്ധാന്തത്തിൻ്റെ പ്രകാശത്തിലല്ലാതെ ജീവശാസ്ത്രത്തിൽ ഒന്നിനും കൃത്യമായിട്ട് അർത്ഥമില്ല എന്നുള്ളതാണ്. അത് വളരെ ശരിയായ ഒരു പ്രസ്താവനയാണ് താനും. നമ്മൾ ജീവപരിണാമ സിദ്ധാന്തം മനസ്സിലാക്കാതെയാണ് മറ്റു കാര്യങ്ങൾ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പലതിനെയും മനസ്സിലാക്കുന്നതിൽ ഇതൊരു തടസ്സമായിട്ട് നമുക്ക് പ്രവർത്തിക്കും. ഇപ്പോൾ പരിണാമത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ജീവപരിണാമ സിദ്ധാന്തം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ജൈവവൈവിധ്യം, ജീവപരിണാമ സിദ്ധാന്തം മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കുറേ ജീവികളുടെ ഒരു ലിസ്റ്റ് മാത്രമാണ്. ഇവർക്കുള്ളിൽ പ്രത്യേകിച്ച് ഒരു കണക്ഷനുമില്ല. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളും കുറേ ജീനുകൾ പൊതുവായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവ ഒരു പൊതു പൂർവികനിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അത് ഇന്നലെയോ മെനിഞ്ഞാന്നോ എന്ന കണക്കിലല്ല എന്നേ ഉള്ളൂ. കോടിക്കണക്കിന് വർഷം കൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ ഒരു പൊതു പൂർവികനെ നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ട്രീ ഓഫ് എവല്യൂഷൻ എന്ന് പറയാറുണ്ട്. പല 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 ശാഖകളായി നൂറുകണക്കിന് കോടി ജീവിവർഗങ്ങളായി നമ്മൾ മാറി എങ്കിലും ഇതിന് തുടർച്ചയിലേക്ക് വരുന്നത് ഒരൊറ്റ റൂട്ടിൽ നിന്നായിരുന്നു. അതിനു മുമ്പും ഭൂമിയിൽ ജീവികളുണ്ടായിരുന്നു. പക്ഷേ അവയുടെ തലമുറകളല്ല ഇന്നത്തെ ജീവിവർഗങ്ങളായിട്ട് മാറിയത് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ജീവി പരിണാമ സിദ്ധാന്തം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. അതുപോലെ മെഡിക്കൽ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രോഗാണുക്കളുടെ പാത്തോജൻസിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജീവപരിണാമം എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഫ്ലൂ ഷോട്ട് എന്നൊക്കെ പറയുന്ന പോലെ പനിക്കുള്ള ഷോട്ട് എടുക്കുന്നത്, അതായത് നമ്മുടെ വാക്സിൻ എടുക്കുന്നത് പല രാജ്യങ്ങളിലും എല്ലാ വർഷവും അവർ ആവർത്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പുതിയ പുതിയ വേരിയേഷൻസ് ഈ രോഗാണുക്കൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പഴയ വാക്സിൻ പ്രവർത്തിക്കാതെ വരും, അത് ഫലപ്രദമല്ലാതാകും. അപ്പോൾ പിന്നെയും അത് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നത്? അത് ചെയ്യേണ്ടി വരുന്നത് ജീവപരിണാമം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്.
ഇനി അതുപോലെ ജീവികളുടെ ശരീരങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് കാണാൻ പറ്റും. നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇംപെർഫെക്ഷൻസ് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ജിറാഫിൻ്റെ റെക്കറൻറ്റ് ലാരിംഗൽ നെർവ് എന്ന് പറയുന്ന ഒരു നാഡി, അത് തലച്ചോറിൽ നിന്നും ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക്, ഈ കഴുത്തിലെ ലാരിങ്സിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ആ നാഡി സഞ്ചരിച്ച് താഴെ വന്ന്, ജിറാഫിൻ്റെ കഴുത്ത് നോക്കണം, അത്രയും നീളമുള്ള കഴുത്തിലൂടെ സഞ്ചരിച്ച് താഴെ വന്ന് ഹൃദയത്തിൻ്റെ പരിസരത്തോട് ചുറ്റിയാണ് തിരിച്ച് അതിൻ്റെ ലാരിങ്സിലെത്തുന്നത്. ഇത് ജിറാഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജിറാഫിൻ്റെ കഴുത്ത് കൂടുതൽ നീളമുള്ളതായതുകൊണ്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് പറയാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ജീവികളുടെ ശരീരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു എൻജിനീയറിംഗ് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ജീവപരിണാമ സിദ്ധാന്തത്തിലൂടെ സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. മറിച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനർ ഇരുന്ന് ഡിസൈൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ പല മിസ്റ്റേക്കുകളും കാണുമ്പോൾ ആ ഇൻ്റലിജൻ്റ് ഡിസൈനർക്ക് തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊരവസ്ഥ ഉണ്ടാവും. പറഞ്ഞു വരുന്നത്, ജീവശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്രശാഖകളെ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ജീവശാസ്ത്രം മാത്രമല്ല, DNA എന്ന് പറയുന്ന തന്മാത്രയുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ് നടക്കുന്നത്, ഇവിടെ എല്ലാം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരും. ഇതെല്ലാം ഒറ്റ പാക്കേജാണ്, ഒരൊറ്റ ശാസ്ത്രത്തിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ പാക്കേജ് മാത്രമായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ, പീസായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് തർക്കം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന DNA പരിശോധനയാണ്. ആ DNA പരിശോധനയിലൂടെ എങ്ങനെയാണോ നിങ്ങൾക്ക് അച്ഛനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്, അതേ DNA തന്നെയാണ് ജീവപരിണാമത്തിനും കാരണമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജീവപരിണാമത്തെ നിഷേധിച്ചുകൊണ്ട് ഈ പാരൻ്റൽ ഡിസ്പ്യൂട്ടിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഒറ്റ കാര്യമാണ്. ഇനി നമുക്ക് ഡാർവിനിലേക്ക് വരാം. പല ആളുകളും ഈ ജീവപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡാർവിൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കി അവസാനിപ്പിച്ച് വെച്ചിട്ട് പോയൊരു സിദ്ധാന്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഡാർവിനാണ് ഇതിൻ്റെ മുഴുവൻ ആൾ എന്ന് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവപരിണാമ സിദ്ധാന്തം കാരണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഡാർവിൻ കാരണം ഉണ്ടാകുന്നതാണെന്ന് അവർ വ്യാഖ്യാനിക്കാൻ കാരണം. അതുകൊണ്ടാണ് പല ആളുകളും ഡാർവിനെതിരെ തിരിയുന്നത്. സത്യത്തിൽ ജീവപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഡാർവിൻ തുടക്കമിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ജീവപരിണാമ സിദ്ധാന്തം ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഡാർവിൻ എഴുതിയ ഒരു പുസ്തകത്തിലോ ഒരു റിസർച്ച് ആർട്ടിക്കിളിലോ മാത്രം അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നതല്ല. ഡാർവിന് ശേഷം ജീവപരിണാമ സിദ്ധാന്തത്തിന് ഒരുപാട് കൂട്ടിച്ചേർക്കലുകളും ഒരുപാട് പരിഷ്കരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ നൂറുകണക്കിന് പരിണാമശാസ്ത്രജ്ഞരെ ഒരുമിച്ച് പറയുന്നതിനേക്കാൾ എളുപ്പം ഒരൊറ്റ ആളിനെ തിരഞ്ഞു പിടിച്ച് ചീത്ത വിളിക്കുന്നതാണെന്നുള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ഡാർവിൻ്റെ മേലേക്ക് കൊണ്ട് കയറുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡാർവിൻ അവരെ പിടിച്ച് കടിച്ചതാണ് എന്ന മട്ടിൽ ആയിരിക്കും പലപ്പോഴും അവർ സംസാരിക്കുന്നത്. ഇനി ഡാർവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഡാർവിൻ എന്ന് പറയുന്നത് ഒരു മതവിശ്വാസികൾക്കെതിരെ പടപൊരുതാൻ ഇറങ്ങിയ ഒരു എത്തീസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം കൗതുകത്തോടുകൂടി പ്രകൃതിയെ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം നടത്തിയ ഒരു യാത്ര, HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലിൽ നടത്തിയ യാത്ര, ആ കപ്പൽ ശരിക്കും ഒരു മിലിറ്ററി പർപ്പസിന് പോയതാണ്. അവിടുത്തെ ക്യാപ്റ്റന് ഒരു കമ്പനി കൊടുക്കാനാണ് സത്യത്തിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഡാർവിൻ. അദ്ദേഹത്തിന് ജിയോളജിയിലായിരുന്നു ഒന്ന് താല്പര്യം. അദ്ദേഹം ഒരു കമ്പനിയായിട്ടാണ് ക്യാപ്റ്റനോടൊപ്പം ആ യാത്രയ്ക്ക് പോകുന്നത്. പക്ഷേ വർഷങ്ങളെടുത്ത യാത്രയ്ക്കുള്ളിൽ അദ്ദേഹം ആ കപ്പൽ പോയ സ്ഥലത്തു നിന്നുള്ളെല്ലാം ജീവിവർഗ്ഗങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അവിടെ നിന്നും ഫോസിലുകൾ ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും അവയെ തമ്മിൽ താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ജീവപരിണാമം എന്ന് പറയുന്ന ആശയം കിട്ടുന്നത്. അത് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നതല്ല, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ പഠിച്ചതിന് ശേഷം എത്തിച്ചേർന്ന ഒരു നിഗമനമാണ്. അങ്ങനെയാണ് ഡാർവിൻ ഈ ആശയത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ശരിക്കും സാധാരണ അവിടുത്തെ ചെറുപ്പക്കാരെ പോലെ ഒരു ആംഗ്ലിക്കൻ ക്ലർജി, അതായത് ഒരു വൈദികനാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. ആ കൂട്ടത്തിൽ ഈ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, എൻവയോൺമെൻ്റലിസം, അതാണ് അദ്ദേഹത്തെ ഈ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നത്. പറഞ്ഞതുപോലെ അദ്ദേഹം പിന്നീട് നടത്തിയ പല നിരീക്ഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ലോകത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹം ഈ കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ അദ്ദേഹം കുറേ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സ്വയം അഗ്നോസ്റ്റിക് എന്ന് വിശേഷിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം പതിയെ ഇല്ലാതായി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു നിരീശ്വരവാദി, ഒരു എത്തീസ്റ്റ് ആയിട്ട് മാറിയിട്ടില്ല. അദ്ദേഹം അഗ്നോസ്റ്റിക്, ഒരു സന്ദേഹവാദിയായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ദൈവവിശ്വാസം ഇളക്കം തട്ടുന്നതിൽ പ്രധാന കാര്യമായിട്ട് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ മരണമാണ്. 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൾ ആനി മരണപ്പെടുന്നത്. അതും പിന്നെ അദ്ദേഹം ജീവലോകത്തേക്ക് കാണുമ്പോൾ ജീവികൾ പരസ്പരം മത്സരിക്കുന്ന കൂട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ പാരസൈറ്റുകൾ എന്ന് പറയുന്ന ജീവിവർഗം മറ്റു ജീവികളെ
പരാന്നഭോജികളായിട്ടാണ് ജീവിക്കുന്നത്. മറ്റ് ജീവികളെയാണ് അവ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാർവിൻ നോക്കുമ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള പല പ്രവൃത്തികളും പല ജീവികളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ദൈവസങ്കല്പം ഈ ക്രൂരതയ്ക്ക് അങ്ങോട്ട് മാച്ച് ആകുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് അതുവരെ അദ്ദേഹം കൊണ്ടുവന്ന ഈ ദൈവവിശ്വാസം, ആ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് ഇളക്കം തട്ടുന്നത്. മകളുടെ മരണം ഉൾപ്പെടെയുള്ള പല കാരണങ്ങളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി, അങ്ങനെ ഒരുപാട് പേരുടെ മരണം അദ്ദേഹം പിന്നീട് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഈ പരിവർത്തനം, ഈ ട്രാൻസ്ഫോർമേഷനിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീടുള്ള ബയോഗ്രാഫേഴ്സ് പൊതുവെ നിരീക്ഷിക്കുന്നത്. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഡാർവിൻ ഒരാളല്ല ഈ ജീവപരിണാമ സിദ്ധാന്തത്തെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഡാർവിന് മുമ്പ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ ഒരു പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കരുതിയിരുന്നത് ഈ ജീവികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അടുത്ത തലമുറയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മരത്തിൻ്റെ മുകളിലുള്ള ഇലയ്ക്ക് വേണ്ടിയിട്ട് കഴുത്ത് നീട്ടിയ ജിറാഫിന് കൂടുതൽ നീണ്ട കഴുത്ത് കിട്ടുകയും അങ്ങനെ കിട്ടിയ നീണ്ട കഴുത്ത് അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് അതിന് പകർന്നു കൊടുക്കാൻ കഴിയുകയും ചെയ്തു എന്ന മട്ടിലാണ് ലാമാർക്ക് ഇതിനെ അവതരിപ്പിച്ചത്. ഇതിനെ പൊതുവെ ലാമാർക്കിസം എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇത് ജനിതകമായിട്ടുള്ള ആ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആശയമായിട്ട് യോജിക്കുന്നതല്ല. ഇന്നൊരു ഔട്ട്ഡേറ്റഡ് തിയറിയാണത്. പക്ഷേ ലാമാർക്കിൻ്റേത് ആ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ജീവവർഗങ്ങളുടെ ഉൽപ്പത്തിയെ വിശദീകരിക്കാനുള്ള സിദ്ധാന്തമായിരുന്നു ഇത്. പക്ഷേ നമ്മുടെ ചാൾസ് ഡാർവിനെ അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലേക്ക് വരുന്നതിലേക്ക് സ്വാധീനിച്ചിട്ടുമുണ്ട്. അതുപോലെ ചാൾസ് ലിയൽ എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റ്, ഭൂഗർഭശാസ്ത്രജ്ഞനാണ് സത്യത്തിൽ ഭൂമിയുടെ പഴക്കത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളത്. അതായത് കോടാനുകോടി വർഷം പഴക്കമുള്ള ഒരു വസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ജിയോളജിയിലെ അറിവ് അങ്ങനെയാണ് ഡാർവിന് കിട്ടുന്നത്. അപ്പം ഇത്രയും നീണ്ട കാലഘട്ടത്തെ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പരിണാമം ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഡാർവിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതിന് ഡാർവിൻ്റെ മുകളിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ തോമസ് മാൽത്തുസ് എന്ന് വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ അദ്ദേഹത്തിൻ്റെ പോപ്പുലേഷൻ ഡൈനാമിക്സിനെ സംബന്ധിച്ചുള്ള പഠനം, അതായത് ജീവിവർഗ്ഗങ്ങൾക്ക് ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടേ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും, കുറേ കഴിയുമ്പോൾ ഈ വിഭവങ്ങൾ പരിമിതമായി വരുമ്പോൾ അവയുടെ ഈ ജനസംഖ്യാ വർധനവ്, പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റ് പതിയെ കുറഞ്ഞു വരും, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ മാൽത്തസിൻ്റേതാണ്. അതും ഈ ജീവപരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നതിൽ ഡാർവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ ആൽഫ്രഡ് റസൽ വാലസ് എന്ന് പറയുന്ന ഡാർവിൻ്റെ സമകാലികനായി ജീവിച്ച, ഡാർവിനേക്കാൾ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ ഡാർവിനിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് സമാന്തരമായിട്ട് ഇതേ ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും ഇതുപോലെ പ്രകൃതിയിൽ താല്പര്യമുള്ള, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് ജീവിവർഗ്ഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സമാന്തരമായി തന്നെ ഇതുപോലൊരു ആശയത്തിലേക്ക് എത്തുകയും അത് അദ്ദേഹം നമ്മുടെ ചാൾസ് ഡാർവിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്വന്തം സിദ്ധാന്തത്തിൽ ഡാർവിന് കൂടുതൽ വിശ്വാസം വരികയും അങ്ങനെ അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഇന്ന് ജീവശാസ്ത്ര ചരിത്രത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ആൽഫ്രഡ് വാലസും ചാൾസ് ഡാർവിനും ഒരേ സമയം ഏതാണ്ട് ഒരുപോലെ ഈ സിദ്ധാന്തം, ഈ ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ പരസ്പരം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഉണ്ട്. അതിനും വർഷങ്ങൾക്ക് ശേഷം അവിടെ അത് അവസാനിക്കുന്നില്ല. ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഒരു പാതിരി, അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ ചെടികളിൽ നടത്തിയ ചില പരീക്ഷണങ്ങളിലൂടെ എങ്ങനെയാണ് ഈ ഗുണഗണങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി വന്നിരുന്നു. അതിനു മുമ്പ് നമ്മൾ കരുതിയിരുന്നത് ഈ ഗുണഗണങ്ങൾ പരസ്പരം ഇടകലരും എന്നായിരുന്നു. അതായത് പൊക്കം കൂടിയ ഒരു ജീനും പൊക്കം കുറഞ്ഞ ഒരു ജീനും, അന്ന് ജീൻ എന്ന് പറഞ്ഞ ആശയം വന്നിട്ടില്ല, ഈ രണ്ട് ഗുണങ്ങളുള്ള ജീവികൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരു ഇടത്തരം പൊക്കത്തിലേക്ക് എത്തും. കാരണം മിക്സ് ചെയ്യാണല്ലോ ചെയ്തത്. അങ്ങനെ ഒരു ആശയമായിരുന്നു അതിനു മുമ്പ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ അല്ലെന്നും, കൂടുതലിന് കാരണമായ ഒരു ജീനുണ്ടെന്നും കുറവിന് കാരണമാകുന്ന മറ്റൊരു ജീനുണ്ടെന്നും, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പ്രകടമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജീനുകൾ പ്രവർത്തിക്കുന്നത്. ഈ ആശയം ഗ്രിഗർ മെൻഡലാണ് ആദ്യം തിരിച്ചറിയുന്നത്. പക്ഷേ അദ്ദേഹം അതിനെ ഇത്ര സോളിഡായിട്ട് അവതരിപ്പിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നീട് ഗ്രിഗർ മെൻഡലിൻ്റെ ആശയങ്ങൾ റീഡിസ്കവർ ചെയ്യപ്പെട്ടു. അപ്പോഴേക്കും പരിണാമ സിദ്ധാന്തം എന്ന ഡാർവിൻ തുടക്കമിട്ട ആശയം പോപ്പുലറായി കഴിഞ്ഞിരുന്നു. പക്ഷേ ഗ്രിഗർ മെൻഡലിൻ്റെ ആശയം കൂടി റീഡിസ്കവർ ചെയ്യപ്പെട്ടപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കൈവന്നു. അങ്ങനെയാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്ന പ്രയോഗം അവിടെ വരുന്നത്. ഡാർവിൻ്റെ ആ പഴയ സിദ്ധാന്തം കൂടുതൽ നന്നായി മറ്റ് സിദ്ധാന്തങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് ഒരു സ്ട്രോങ് തിയറട്ടിക്കൽ ഫൗണ്ടേഷനായിട്ട് മാറുന്നു. അതിനെ ചിലയിടങ്ങളിൽ ന്യൂ സിന്തസിസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് പുതിയ ആശയങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. പിന്നീട് അതിനോട് ജെനറ്റിക്സ് എന്ന് പറയുന്ന മേഖല, പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്ന മേഖല, അതുപോലെ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും ഒക്കെ ആശയങ്ങൾ, മാത്തമാറ്റിക്സ്, ഇങ്ങനെ നിരവധി, പാലിയൻറ്റോളജി, ഫോസിലുകളുടെ പഠനം, ഇങ്ങനെ നിരവധി ശാസ്ത്രശാഖകൾ, ജിയോളജി ഉൾപ്പെടെയുള്ള
പ്രത്യക്ഷത്തിൽ പരസ്പര ബന്ധമില്ലാത്തതെന്ന് തോന്നുമെങ്കിൽ പോലും ജിയോളജി ഉൾപ്പെടെയുള്ള ശാസ്ത്രശാഖകളുടെ അടിസ്ഥാനത്തിൽ ഈ പരിണാമ സിദ്ധാന്തം 1930 മുതൽ 50 വരെയുള്ള കാലഘട്ടം കൊണ്ടാണ് നമ്മൾ ഇന്ന് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ഒരു സ്ട്രോങ് ഫൗണ്ടേഷനിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ചാൾസ് ഡാർവിനൊക്കെ മൺമറഞ്ഞിട്ട് ഒരുപാട് കാലമായി കഴിഞ്ഞിരുന്നു. ആവർത്തിക്കാം, ഇന്ന് വെറും ഒരു ഊഹമല്ല, നിങ്ങൾ പലരും കരുതുന്നത് പോലെ ജസ്റ്റ് എ തിയറി അല്ല, സയൻസിൻ്റെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ആധുനിക ശാസ്ത്രത്തിൽ ഏറ്റവും ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ എല്ലാ ശാസ്ത്രജ്ഞരും ഒരുപോലെ ഫണ്ടമെൻ്റലായി അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. അതൊരു വെറും ഊഹമല്ല. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വലിയ ഒരു മിഥ്യാ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു ഷോട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.